എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ദീപാവലിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ലഡുവാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ 1 കിലോ കടലപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കണില്ല കേട്ടോ, വെറുതെ വീഡിയോ കുറേ ലെങ്ത്തായി പോകുമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇതാ ഇനി 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ആയിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിൽ ആദ്യം ചെയ്യരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. കൈ കൊണ്ട് കുഴയ്ക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് ഉടച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ കുറച്ചുകൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ മാവ് തയ്യാറാക്കേണ്ടത്. ഒരുപാട് ലൂസല്ല, എന്നാൽ ഒരുപാട് കട്ടിക്കുകയല്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കട്ട നന്നായിട്ട് ഉടയുന്നില്ലെങ്കിൽ കുറച്ച് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ട് വരികയും ചെയ്യാം. അപ്പോഴത്തേനും നല്ല സ്മൂത്തായിട്ട് ഈ ബാറ്റർ കിട്ടുകയും ചെയ്യും. ഇത് ബാറ്ററൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ബാറ്ററൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ടാണ് കേട്ടോ നമ്മൾ ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. എണ്ണ ഇപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോഴത്തേനും ഇതുപോലെ നല്ലപോലെ ഇട്ടിട്ട് വന്ന് നല്ല ബോൾസ് ആയിട്ട് തന്നെ കിട്ടും. ചിലത് കുറച്ച് കോല് പോലെയൊക്കെ വരും, അതൊന്നും പ്രശ്നമില്ല. നമുക്കിത് ലാസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് പറ്റിയില്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഒന്ന് ഒഴിച്ചിട്ട് അങ്ങനെ ചുറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ കയ്യിലോണ്ട് കോരി ഒഴിച്ചിട്ട് മൊരിച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയാൽ മതി. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം കോരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണയിലിങ്ങനെ ഒരു ചെറിയൊരു ശബ്ദമൊക്കെ വന്ന് അതൊന്ന് അടയും. അപ്പോഴത്തേനും നമ്മുടെ ബൂന്തിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1 കിലോ മാവിലാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാറ് വെച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പതുക്കെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് ഇട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ബൂന്തിയെല്ലാം നന്നായിട്ടൊന്ന് കറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കിലോ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കിലോ ബൂന്തിക്ക് ഞാൻ 1.5 കിലോ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അളന്ന് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2-3 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ മേളിലുള്ള ആ ഒരു ചെറിയൊരു പതയൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു അഴുക്കൊക്കെ ഉണ്ടാവും പഞ്ചസാരയിൽ, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ കയ്യിലുണ്ടെങ്കിൽ പച്ചക്കർപ്പൂരം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു റെഡ് കളർ ഒഴിച്ചെടുത്തിട്ടുണ്ട്. റെഡും അല്ല, ഒരു ഓറഞ്ച് ആ ഒരു ടൈപ്പ് കളറായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ലൈറ്റ് മഞ്ഞ ആ ഒരു രീതിയിലാണ്, പക്ഷേ നല്ല ലൈറ്റ് ഓറഞ്ച് കളറായിരുന്നു നമുക്ക് ലഡു പിടിച്ചു വന്നപ്പോൾ. ഇനിയിപ്പോൾ എല്ലാ ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ടാണ് കേട്ടോ ബൂന്തി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കണത്. എന്നാലാണ് കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തനിച്ചല്ല കേട്ടോ ഇത് ചെയ്യുന്നത്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയാണ് കേട്ടോ ഇത് തയ്യാറാക്കിയത്. കാരണം ഒരാൾക്ക് തന്നെ ഇത് തയ്യാറാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 3 വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്നട്ടും കൂടി വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി പഞ്ചസാര പാനിയിൽ നല്ല പോലെ ബൂന്തി ഒന്ന് സോക്ക് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് പതുക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ കുറച്ച് ചൂടോടുകൂടി തന്നെ നമുക്കിതാ പിടിച്ചെടുക്കുകയാണ് കേട്ടോ ലഡു ഓരോന്നും. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് യെല്ലോ അങ്ങനെ ഒരു ഓറഞ്ച് കളറാണിത്, പക്ഷേ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്
ഈ ഒരു കളറായിട്ടായിരിക്കും കേട്ടോ തോന്നുന്നത്. പക്ഷെ നല്ല ലൈറ്റ് ഓറഞ്ച് കളറാണ്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് മായമൊന്നും ചേർക്കാത്ത അടിപൊളി ദീപാവലി ലഡു. അപ്പം എന്നാൽ ശരി, എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ദീപാവലി ആശംസിച്ചുകൊണ്ട് പോയിട്ട് വരാം.